ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയണേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? കമൻറ്റ് ബോക്സിൽ കുറിക്കണേ. ഒരമ്മ തൻ്റെ മകളോട് ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യം ആവർത്തിക്കും. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഒരിക്കൽ ആ മകൾ പറഞ്ഞു, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കാതുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മധുര സംഭാഷണങ്ങൾ കേൾക്കാതെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ അമ്മ ചോദ്യം ആവർത്തിച്ചു, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? അപ്പോൾ കുറച്ച് പ്രായമായ ആ മകൾ പറഞ്ഞു, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണുകളാണ്. കാഴ്ചയില്ലാതെ നമുക്ക് ജീവിക്കാനാവുകയില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ മകളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. മകൾ അമ്മയോട് ഓരോ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവളുടെ അപ്പൻ്റെ അപ്പൻ മരിച്ചുപോയി. അതുവരെ കരയുന്നത് കാണാത്ത അപ്പൻ വാവിട്ട് നിലവിളിക്കുന്നത് ഈ മകൾ കണ്ടു. അപ്പോൾ അമ്മ ഈ മകളോട് ചോദ്യം ആവർത്തിച്ചു, ഒരു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? മകള് സംശയത്തോടുകൂടെ അമ്മയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഈ സമയത്താണോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? അപ്പോൾ അമ്മ തൻ്റെ ഭർത്താവിനെ തൻ്റെ ചുമലുകളോട് ചേർത്ത് കിടത്തി. ആ തീവ്ര ദുഃഖത്തിൻ്റെ സമയത്ത് അദ്ദേഹം തിരഞ്ഞിരുന്നത് ചുമലുകളായിരുന്നു തൻ്റെ ദുഃഖം ഇറക്കി വയ്ക്കാൻ. എന്നിട്ട് അമ്മ മകളോട് പറഞ്ഞു, മകളെ, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യൻ്റെ ചുമലുകളാണ്. ആഗമനകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ചുമലുകൾ മറ്റുള്ളവർക്കൊക്കെ അവരുടെ സങ്കടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും താങ്ങാവുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഉത്തരം പറയാം, ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചുമലുകൾ തന്നെയാണ്.